നമസ്കാരം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഫണ്ട് സമാഹരണ പരിപാടി തുടക്കമായിരിക്കുന്നു. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഡൊണേറ്റ് ഫോർ ദേശ് എന്ന പേരിട്ടുകൊണ്ട് വിപുലമായ ഫണ്ട് ശേഖരണത്തിനായി കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ദില്ലിയിൽ AICCയുടെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയാണ് ഈ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 18 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ള ഓരോരുത്തരുമോ 138 രൂപയോ അല്ലെങ്കിൽ 138ന്റെ ഗുണിതങ്ങളോ ആണ് കോൺഗ്രസ് പാർട്ടിയുടെ ഡൊണേറ്റ് ഫോർ ദേശ് എന്ന ക്യാമ്പയിനിലൂടെ നൽകാനായി പാർട്ടി ഉദ്ദേശമിടുന്നത്. ക്യാമ്പയിന്റെ ഹാഷ്ടാഗുകൾ ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുമുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഈ ഡൊണേറ്റ് ഫോർ ദേശ് എന്ന പേരിലുള്ള വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് BJPയുടെ പേരിലാണ്. donate4desh.org എന്ന വെബ്സൈറ്റിന്റെ വിലാസം നൽകിയാൽ BJPക്ക് സംഭാവന തേടുന്ന ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും അതിനോടൊപ്പം തന്നെ BJPയെ കുറിച്ചുള്ള വിവരങ്ങളും BJPയിൽ അംഗമാകുന്നതിനുള്ള ലിങ്കും ഉൾപ്പെടെ ഈ വെബ്സൈറ്റിൽ ലഭ്യവുമാണ്. അതേസമയം donate4desh.com എന്ന വെബ്സൈറ്റ് വിലാസവും donate4desh.in എന്ന വെബ്സൈറ്റ് വിലാസവും തുറന്നാൽ വലതുപക്ഷ അനുകൂല മാധ്യമമായ OP ഇന്ത്യക്ക് സംഭാവന നൽകാനുള്ള ഒരു പേജിലേക്കും എത്തിച്ചേരും. നിലവിൽ donateinc.in എന്ന കോൺഗ്രസിന്റെ പൊതുവായ നാമധരണത്തിലുള്ള ആ വെബ്സൈറ്റ് ആണ് കോൺഗ്രസ് ഈ ഡൊണേറ്റ് ഫോർ ദേശ് എന്ന ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഒരു വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വാർത്താ സമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ബോധവൽക്കരണം നടത്തണമെന്ന് എല്ലാ യൂണിറ്റുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായി കോൺഗ്രസ് നിലവിൽ 2 പുതിയ ചാനലുകൾ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ചാനലിലൂടെ ആയിരിക്കും ഡൊണേറ്റ് ഫോർ ദേശ് എന്ന ക്യാമ്പയിന് വിപുലമായ പ്രചരണം നൽകാൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പാർട്ടി പ്രവർത്തകരും വോളണ്ടിയർമാർക്കും 138 രൂപയും അതിൽ കൂടുതലും സംഭാവനയായി നൽകാം എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. മാത്രമല്ല ഓരോ ബൂത്തിലും കുറഞ്ഞത് 10 വീടുകളിലെങ്കിലും നേരിട്ട് എത്തണം എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധനസമാഹരണം നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പക്ഷേ ഈ ഫണ്ടിങ്ങിന് വേണ്ടി കോൺഗ്രസ് നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് വിലാസം തിരഞ്ഞ് എത്തുന്നവർ ചെന്ന് നിൽക്കുന്നത് BJPയുടെ പേജിലേക്കാണ്. BJPയിൽ ചേരുന്നതിനുള്ള എല്ലാ വിവരങ്ങളും അതിൽ നൽകിയിട്ടുമുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഈ കാര്യമായ പിഴവിനെതിരെ വ്യാപകമായ വിമർശനം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.